ഇതിൻ്റെ അകത്ത് സാധാരണ അതിൽ പ്രൊഫഷണൽസൊക്കെ ഫാമിലി ബിസിനസ്സൊക്കെ നോക്കുന്ന ആൾക്കാർ അധികം പേരും അഡ്വൈസ് ചെയ്യുന്നത് ഈ പെൺകുട്ടി തന്നെ ഇത് ഓടിച്ചുകൊണ്ട് പോകണം, അല്ലാണ്ട് അതിൻ്റെ അകത്തൊരു ഇൻലോസിൻ്റെ ഇൻഫ്ലുവൻസ് വരരുത്. സാർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു പെൺകുട്ടികളെ ഫാമിലി ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ പെൺമക്കളെ ഫാമിലി ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം? ഓക്കെ, അപ്പോൾ ഞാൻ ഫാമിലി ബിസിനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളൊരു പോയിന്റിലേക്ക് അതൊരു ഒരു ഒരു ഫാമിലിയുടെ ഡിസിഷനാണ്. പക്ഷേ അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യാം, അതാണ് സാധാരണഗതിയിൽ നമ്മൾ ലീഡിങ് ഫാമിലി ബിസിനസ്സുകളും സക്സസ്ഫുള്ളായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഫാമിലി ബിസിനസ് ചെയ്യുന്നൊരു വഴി. അവർക്കൊരു റൈറ്റ് ഉണ്ട്, ബിക്കോസ് ദേ ആർ ബോൺ ഇൻ ടു ദ ഫാമിലി. അപ്പോൾ ഇനി അടുത്ത പ്രശ്നം ഇവർക്ക് ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ടോ, താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. ഇൻ കേസ് താല്പര്യം ഉണ്ടാവാൻ സാധ്യതകൾ ഒത്തിരി ഉണ്ട്. കാരണം ആ ബോൺ ചെയ്ത് വന്ന ബാക്ക്ഗ്രൗണ്ട്, ഇവർ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ്, ആ ഗ്രോത്ത്, അതിൽ കിട്ടുന്ന ഒരു റിസൾട്ട് ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉണ്ട് എങ്കിൽ, അതുമായിട്ട് പാഷൻ ഉണ്ട് എങ്കിൽ സാധാരണ അതിൽ എല്ലാവരും ചെയ്യുന്നതും ഏറ്റവും വാട്സായിട്ട് സേഫായിട്ട് ചെയ്യാവുന്നതും അവരെ ഒരു സംരംഭകയാക്കുക എന്നുള്ളതാണ്. അവരൊരു പുതിയ ബിസിനസ് തുടങ്ങട്ടെ. മെയിൻ ഫാമിലിക്ക് ഒത്തിരി കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്ന്, ബിസിനസ്സിനുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റും, ബിസിനസ്സിനുള്ള മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, മേജർ ബിസിനസ്സിലേക്കുള്ള വെണ്ടർ ആയിട്ടുള്ള സപ്ലൈയോ ഏതെങ്കിലും രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ചെയ്യാവുന്നത് ഈ ഔട്ട്സൈഡ് പ്രൊഫഷണൽസ് എൻഗേജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമായിട്ട് ഔട്ട്സൈഡ് പ്രൊഫഷണൽസിനെ എൻഗേജ് ചെയ്യാൻ കൊടുക്കും. ഇവർക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനോ, കാരണം ഇതിനകത്ത് പ്രശ്നം വരുന്നത് ഈ മേജർ ബിസിനസ്സിനെ മാത്രം കണ്ടുകൊണ്ടൊരു ചെറിയ ബിസിനസ് ഇട്ട് കൊടുത്താൽ ഇതൊരു 100% ഇതായിപ്പോവും. അപ്പോൾ പിന്നെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവിടെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവർക്കത് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാനുള്ള ഒരു പൊസിഷൻസ്, അതിനുവേണ്ട ഫണ്ടുകൾ, അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത് വേറൊരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ അകത്ത് സാധാരണ അതിൽ പ്രൊഫഷണൽസൊക്കെ ഫാമിലി ബിസിനസ്സൊക്കെ നോക്കുന്ന ആൾക്കാർ അധികം പേരും അഡ്വൈസ് ചെയ്യുന്നത് ഈ പെൺകുട്ടി തന്നെ ഇത് ഓടിച്ചുകൊണ്ട് പോകണം, അല്ലാണ്ട് അതിൻ്റെ അകത്തൊരു ഇൻലോസിൻ്റെ ഇൻഫ്ലുവൻസ് വരരുത്. അത് വേറൊരു ആംഗിളിൽ നോർമൽ പറയണതാണ്. ഇപ്പോൾ വരണോ വരണ്ടോ ഇതൊക്കെ സബ്ജക്റ്റീവ് മാറ്റേഴ്സാണ്. ഇനി ഒരു കേസോടെ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് വയ്ക്കുക. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പം ആ പെൺകുട്ടികൾക്കുള്ളതാണ് അതും. അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഫാമിലി ബിസിനസ്സുകൾ ഒത്തിരി ഉണ്ട്. അതിൽ നല്ലൊരു മോഡൽ എന്ന് പറയുന്നത് ഇതേ മോഡൽ ഈ പെൺകുട്ടികൾക്ക് വിട്ടുകൊടുക്കുക. അതായത് ആ ബിസിനസ്സിൻ്റെ അവരവരുടെ കപ്പാസിറ്റി, അവരവരുടെ നോളജ്, അവരവരുടെ പാഷൻ അനുസരിച്ചുള്ള ഏരിയാസ് ഈ വലിയ ബിസിനസ്സിൽ അവർക്ക് കൊടുക്കുക. അവരവരുടെ സ്പേസ് കൊടുക്കുക, അവരവർക്ക് റൺ ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുക, അവരവർക്ക് ഏൺ ചെയ്യാനുള്ള പൊസിഷൻസ് കൊടുക്കുക. ടോട്ടൽ വരുമ്പോൾ ഈ ബിസിനസ് ഷുഡ് ഫ്ലറിഷ്. ഇതിൻ്റെ അകത്തും ഇൻലോസോ അതർ ഫാമിലി മെമ്പേഴ്സോ വരാണ്ടിരുന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ഫ്ലറിഷ് ലൈക്ക് ഒരു ജയൻ്റായിട്ട്. ഇതൊക്കെ പ്രിക്കോഷൻസാണ്. അതായത് ഈ പ്രിക്കോഷൻസ് നമ്മളിങ്ങനെ എടുക്കണേ, അതേഴ്സ് മിസ്റ്റേക്സ് ചെയ്യുന്നു, ഇതിനു മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങളിൽ നോക്കുകയാണെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കണേ. ഇതിൽ നിന്നെല്ലാം ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഈ രീതിയിലുള്ളൊരു മോഡൽ.